അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറളില്ലാഹ്. ബഹുമാനമുള്ളവരെ, ഇന്ന് ശഅബാൻ 7, നമുക്ക് 7ാമത്തെ സ്വലാത്താണ് ഇന്ന് പരിചയപ്പെടേണ്ടത്. വളരെ ഒരുപാട് മൂല്യവത്തായ സ്വലാത്താണ്. സാധാരണ എല്ലാ സ്വലാത്തും മൂല്യവത്താണ്, എങ്കിലും ഓരോന്നോരോന്ന് നമ്മൾ പറയുമ്പോൾ പിടിച്ചതിനേക്കാൾ വലുത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ ബഹുമാനങ്ങൾ കൂടിയത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ പക്കൽ സ്വീകരിക്കുമാറാകട്ടെ. ഈ സ്വലാത്ത് നമ്മുടെ സാധാരണ ദലായിൽ ഖൈറാത്തിൽ തിങ്കളാഴ്ച ദിവസത്തിൽ നിങ്ങൾ നോക്കിയാൽ തിങ്കളാഴ്ച ദിവസം ചെല്ലേണ്ടുന്ന സ്വലാത്തിൻ്റെ ദലായിൽ ഖൈറാത്തിൻ്റെ തിങ്കളാഴ്ച ദിവസം ചെല്ലുന്ന ഹിസ്ബിൻ്റെ ഒരു 31ാമത്തെ സ്വലാത്തായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഞാൻ 31ാമത്തെ എന്നൊക്കെ പറയുന്നത് ആ നക്ഷത്ര പോയിന്റ് ഇട്ടതുണ്ടല്ലോ, നക്ഷത്ര അടയാളം, അത് 31ാമത്തെ എണ്ണിയാൽ ആ ഭാഗത്ത് നമുക്ക് ഈ സ്വലാത്ത് കാണാൻ പറ്റും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനസ് സ്വലാത്തി ശൈഅ വർഹം സയ്യിദിന മുഹമ്മദൻ വആല സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനർ റഹ്മത്തി ശൈഅ വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനൽ ബറക്കത്തി ശൈഅ വസല്ലിം അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനസ് സലാമി ശൈഅ. വളരെ നല്ല സ്വലാത്ത്. ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ബഹുമാനപ്പെട്ട യൂസുഫ് നബ്ഹാനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സഅദത്തുദ്ദാറൈനിൽ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹത്താ വഖഫ്നാ ഫീ മജ്മഇ തുർഖിൻ. ഞങ്ങളൊരു ദിവസം ഇങ്ങനെ നബി തങ്ങളുടെ കൂടെ ഒരു സഞ്ചാരത്തിന് പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ ഒരു ജംഗ്ഷനിലെത്തിയപ്പോൾ ഒരാൾ അതിലൂടെ കടന്നു വന്നു. മുത്തുനബിയുടെ മേലിൽ സലാം പറഞ്ഞു. മുത്തുനബി സലാം മടക്കി. എന്നിട്ട് മുത്തുനബി ചോദിച്ചു, അല്ല, നീ എന്താണിപ്പോൾ ചൊല്ലിയത്? ആ സ്വഹാബി എന്തോ ഒരു മന്ത്രം ചൊല്ലിയിട്ടുണ്ട്. അത് കൂടെയുള്ള സഹാബത്തിന് അറിയില്ലെങ്കിലും മുത്തുനബിക്ക് അറിഞ്ഞു. കാരണം മുത്തുനബിക്ക് അറിയാൻ കാരണം മുത്തുനബി അതിൻ്റെ ശേഷം പറയുന്നുണ്ട്, മലായിക്കത്തുകൾ ഉഫുക്കിനെ, ചക്രവാളത്തെ മുഴുവൻ അടച്ചിട്ടുണ്ട്. അഥവാ മലായിക്കത്തുകൾ സമർത്ഥമായി ഇറങ്ങി അവർ ചക്രവാളം മുഴുവനും നിറയുമാർ വിധത്തിൽ അവരുടെ ബാഹുല്യമുണ്ടായിട്ടുണ്ട്. അത് ഈ സ്വഹാബി ചൊല്ലിയ എന്തോ ഒരു മന്ത്രത്തിൻ്റെ കെയർ ഓഫിലുള്ള അവരുടെ ആധിക്യമാണ് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. അപ്പോൾ ആ സ്വഹാബി പറഞ്ഞു, ഞാൻ ചൊല്ലിയത് ഒരു സ്വലാത്താണ് നബിയെ. അഥവാ അല്ലാഹുമ്മ സ്വല്ലി, ഈ നമ്മളിപ്പോൾ ചൊല്ലിയ ഈ സ്വലാത്ത് ആ സ്വഹാബി വലിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇത് വലിയ ബഹുമാനമുള്ള സ്വലാത്താണ് എന്ന് മഹാന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ അഫ്ളലുസ് സ്വലവാത്ത്, അതുപോലെ ബുലൂഗുൽ മസറാത്ത് തുടങ്ങിയിട്ടുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ സ്വലാത്തിൻ്റെ പോരിശകൾ പറയുന്നുണ്ട്. ദക്കറലഹ ഫളൻ അലീമ വ മൻഖിബ. അലാമത്തുൽ ഫാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത് അങ്ങനെയാണ്. ഒരുപാട് ഫളീലത്തുകൾ, ശ്രേഷ്ഠതകൾ ഉൾക്കൊള്ളുന്നൊരു സ്വലാത്താണിത്. ഒരുപാട് സ്ഥാനങ്ങളുണ്ട്. ഇപ്പോൾ ഈ സ്വഹാബി തന്നെ ഇത് ചൊല്ലിയപ്പോൾ ചക്രവാളം മുഴുവനും മലായിക്കത്തിനെ കൊണ്ട് നിറഞ്ഞു എന്ന് പറഞ്ഞാൽ അത്രയും ബഹുമാനമുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ. മുത്തുനബിയുടെയും കുടുംബത്തിൻ്റെ മേൽ ഇനി സ്വലാത്ത് ചെയ്യണം. ഹത്താ ലാ യബ്ഖാ മിനസ് സ്വലാത്തി ശൈഅ. ഇനി സ്വലാത്തിൽ നിന്നൊന്നും ശേഷിക്കരുത്, അത്രയും സ്വലാത്ത്. വർഹം സയ്യിദിന മുഹമ്മദൻ വഅല സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനർ റഹ്മത്തി ശൈഅ. പ്രച്ചവനെ മുത്തുനബിയുടെയും കുടുംബത്തിൻ്റെ മേൽ കാരുണ്യം ചൊരിയണം. ഈ കാരുണ്യത്തിൽ നിന്നൊന്നും ബാക്കി വരരുത്, അത്രയും ചെയ്യണം. വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅല ആലി സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനൽ ബറക്കത്തി ശൈഅ. മുത്തുനബിയുടെയും കുടുംബത്തിൻ്റെ മേൽ നീ ബർക്കത്ത് ശരിയണം. എത്ര ഇനി ബർക്കത്തിൽ നിന്നൊന്നും അവശേഷിക്കരുത്, അത്രയും കണ്ട് നീ ബർക്കത്ത് ശരിയണം. വസല്ലിം അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ ഹത്താ ലാ യബ്ഖാ മിനസ് സലാമി ശൈഅ. മുത്തുനബിയുടെയും കുടുംബത്തിൻ്റെയും മേൽ നീ സലാം ചെയ്യണം. എത്രത്തോളം ഇനി സലാമിൽ നിന്നൊന്നും ശേഷിക്കരുത്, അത്ര കണ്ട്. അപ്പോൾ ഇത്രയും ബഹുമാനമുള്ള ഒരു സ്വലാത്താണ്. ദലായിൽ ഖൈറാത്തിൻ്റെ തിങ്കളാഴ്ച ദിവസത്തിൽ ഞാൻ പറഞ്ഞല്ലോ 31ാമത്തെ സ്വലാത്തായിട്ടാണ് ഇത് വരിക. ഇത് നമ്മളൊന്ന് പരിശീലിക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ ഒന്ന് മനഃപ്പാഠമാക്കി വെച്ചാൽ നമുക്കൊക്കെ ഉപയോഗപ്പെടുത്താം. നമ്മൾ സാധാരണ ഓരോ ദിവസവും 700-ൽ കുറയാത്ത സ്വലാത്ത് നമ്മൾ ചൊല്ലി വരുന്നുണ്ടല്ലോ ശഅബാൻ മാസത്തിൽ.
അപ്പോൾ ആ കൂട്ടത്തിൽ ഒരു 10 15 വട്ടമെങ്കിലും ഈ സ്വലാത്ത് ഉൾപ്പെടട്ടെ. ഇത് ധാരാളം തവണ ചെല്ലണം. മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഇത് മഹാനായ ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചതായി ബുലൂഗുൽ മസ്റാത്ത് പോലുള്ള ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം സ്വലാത്തുകളെ പ്രചരിപ്പിക്കാനും അത് ഉപയോഗപ്പെടുത്താനും അതിൻ്റെ ആശിഖ്യങ്ങളിൽ പെട്ടുകിട്ടാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. കൂട്ടത്തിലൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നത്, ദലായിൽ ഖൈറാത്ത് എന്ന് പറയുന്ന ഈ മഹോന്നതമായ സ്വലാത്ത് ഗ്രന്ഥം എൻ്റെ ഈ ദലായിൽ ഖൈറാത്ത് എൻ്റെ കയ്യിലുള്ള ചില കോപ്പുകളിൽ ഒരു കോപ്പിയിൽ 95-ാമത്തെ പേജിലാണ് ഈ സ്വലാത്ത് ഉള്ളത്. മറ്റൊരു കോപ്പിയിൽ ഇത് 37-ാമത്തെ പേജിലാണുള്ളത്. അപ്പോൾ സ്വലാത്തിന് ഞാൻ ഈ സ്വലാത്തുകളൊക്കെ ആരുടെങ്കിലും കൈവശം ഉണ്ടെങ്കിൽ എന്നുള്ള നിലക്ക് സൂചിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ദലായിൽ ഖൈറാത്ത് സ്വലാത്ത് വല്ലാത്ത മൂല്യവത്തായ സ്വലാത്താണ്. നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞ സ്വലാത്തുകളൊക്കെ ദലായിൽ ഖൈറാത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അത് ചൊല്ലി വന്നാൽ അയാൾ വലിയ ഭാഗ്യവാനായി തീരും. അള്ളാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.